പരിശുദ്ധമായ റമദാൻ ഒരു വെളിപ്പാടകലെ എന്ന രൂപത്തിൽ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. ഒരുപക്ഷെ നാളെ മഗ്‌രിബിന്റെ സമയത്തോടുകൂടെ, നാളത്തെ അസ്തമയത്തോടുകൂടെ പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇല്ലെങ്കിൽ മറ്റന്നാൾ എന്തായിരുന്നാലും റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമെന്ന് ഉറപ്പാണ്. ആ റമദാനിന്റെ മാസം കാണുന്ന അന്നത്തെ ദിവസം, മാസം കാണാൻ സാധ്യതയുള്ള ആ ദിവസം, അതല്ലെങ്കിൽ റമദാൻ 1-ന്റെ അന്നത്തെ ആ രാത്രി, ആ മഗ്‌രിബിനൊക്കെ പലരും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങാടിയിലും മറ്റു സാധനങ്ങൾ വാങ്ങുന്നതുമായിട്ടൊക്കെയുള്ള തിരക്കിലായിരിക്കും. അത് പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. അത് വളരെ വലിയൊരു അപകടമാണ്. അഥവാ റമദാനിനെ നല്ല നിലക്ക് വരവേൽക്കണം, റമദാനിനെ ഒന്ന് സജീവമാക്കണം, ഈ വർഷത്തെ റമദാൻ കഴിഞ്ഞ റമദാനുകളെ പോലെ അലസമാക്കരുത് എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നഷ്ടമാണ്. റമദാൻ 1-ന്റെ ആ മഗ്‌രിബ്, അതുപോലെ തന്നെ അന്നത്തെ ആ രാവ് എന്ന് പറഞ്ഞാൽ അത് വളരെ മഹത്തായ ഒന്നാണ്. അത് തന്നെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ളതിന്റെ കഥ പറയേണ്ടതില്ലല്ലോ. റമദാനിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ പ്രധാനമായി ചെയ്യേണ്ടത് നോമ്പ് തന്നെയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ. ആരെങ്കിലും റമദാനിൽ ഈ നോമ്പ് അല്ലാഹു തആല എനിക്ക് ഫർളാക്കി തന്നതാണ്, ഇതിന് അല്ലാഹുവിന്റെ അടുത്ത് വലിയ പ്രതിഫലമുണ്ട്, ആ പ്രതിഫലം എനിക്ക് ലഭിക്കണം എന്ന ഒക്കെയുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ ആരെങ്കിലും നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങൾ, അവൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അവന് പുറത്തു കൊടുക്കുമെന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ. ഈ പറഞ്ഞതുപോലെയുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ആരെങ്കിലും ഒരാൾ റമദാനിൽ നിന്ന് നിസ്കരിച്ചാൽ, അഥവാ നമ്മൾ രാത്രി നിസ്കരിക്കുന്ന തറാവീഹും വിത്റുമൊക്കെ, അങ്ങനെയുള്ള തഹജ്ജുദുകൾ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് റമദാനിൽ നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അയാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ കാലങ്ങളിലെ ദോഷം പുറത്തു കൊടുക്കുമെന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ചില ആളുകളുടെ നോമ്പ്, അഥവാ ചില ആളുകൾ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കി നിൽക്കുന്നത് അത് അല്ലാഹുവിന് ആവശ്യമില്ല. ഏതാണ് ആ കൂട്ടർ? അവർ അവരുടെ നാവിനെയും അവരുടെ കർമ്മങ്ങളെയും ശ്രദ്ധിക്കാത്തവരാണ്. നാവ് കൊണ്ട് തോന്നിയതൊക്കെ റമദാനിലും വിളിച്ചു പറയും, കളവ് പറയും, ഗീബത്ത് പറയും, നമീമത്ത് പറയും, അതുപോലെ തന്നെ തോന്നിയതെല്ലാം പ്രവർത്തിക്കും. അങ്ങനെയുള്ളവർ വെറുതെ ഭക്ഷണം ഒഴിവാക്കി, വെള്ളം ഒഴിവാക്കി അങ്ങനെ കഷ്ടപ്പെടേണ്ടതില്ല. അവരുടെ നോമ്പ് അല്ലാഹുവിന് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഈമാനോടുകൂടെയുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ സൂക്ഷ്മശാലികളായി മുത്തഖീങ്ങളാവാൻ വേണ്ടിയാണ് പരിശുദ്ധമായ നോമ്പ് നമുക്ക് ഫർളാക്കി തന്നത്. അങ്ങനെയുള്ള ആ ഒരു സൂക്ഷ്മത പാലിക്കുന്നവരുടെ അന്നപാനീയം ഒഴിവാക്കൽ മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ, അതിന് മാത്രമേ പ്രതിഫലമുള്ളൂ. മറ്റതെല്ലാം ഒരു വെറും പട്ടിണി കിടക്കൽ, ഡയറ്റ് എന്നല്ലാതെ അതിനെക്കുറിച്ച് നോമ്പ് എന്ന് പറയാൻ സാധിക്കില്ല.